എന്നാൽ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ഓണത്തിന് അന്തർ സംസ്ഥാന യാത്രക്കാരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കി സ്വകാര്യ ബസ്സുകളുടെ ചൂഷണം നടക്കില്ല എന്നാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. കെ.എസ്.ആർ.ടി.സിയുടെ പുത്തൻ പ്രീമിയർ ക്ലാസ് ബസ്സുകൾ ഓണത്തിന് സ്വകാര്യ ബസ്സുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ അധിക സർവീസ് നടത്തും. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 15 വരെ സ്ലീപ്പറും സീറ്ററും സ്ലീപ്പർ കം സീറ്റർ ബസ്സുകളുമാണ് നിരത്ത് കീഴടക്കാൻ ഇറങ്ങുന്നത്. കെ.എസ്.ആർ.ടി.സിയുടെ പുതിയ ബസ്സുകൾ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കെ.എസ്.ആർ.ടി.സിയുടെ പുതിയ ബസ്സുകൾ ഇന്ന് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബസ്സിന്റെ വിശേഷങ്ങളും ആ ബസ് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരമായിരിക്കുമെന്ന് പറയുകയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മീഡിയ വണ്ണിനോട്. നമസ്കാരം സാർ. നമുക്ക് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ഫ്ലീറ്റ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ ബസ്സുകളാണ് നമ്മൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്? എല്ലാ കാറ്റഗറിയിലും പെട്ട ബസ്സുകൾ നമ്മൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. അതിൽ മുൻപുണ്ടായിരുന്ന വണ്ടികൾ എന്ന് പറയുന്ന സൂപ്പർ ഫാസ്റ്റുമാണ്. ബാക്കിയെല്ലാം പുതിയ വണ്ടികളാണ്. വോൾവോയുടെ ഒരു വലിയ വണ്ടി വരുന്നുണ്ട്. അത് പാസഞ്ചർ വെഹിക്കിളാണ് വരുന്നത്. ഇപ്പോൾ സീറ്ററാണ് വരുന്നത്. അതിൻ്റെ സ്ലീപ്പറും കൂടി വരുന്നുണ്ട്. തൊട്ട് അടുത്ത മാസം വരും. ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്, അത് വരുന്നില്ല. അതുപോലെ ലൈലൻഡിൽ നിന്നുള്ള വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ട് സെമി സ്ലീപ്പറും ഒക്കെ ഉണ്ടല്ലോ, ആ വണ്ടികളുണ്ട്. പിന്നെ സൂപ്പർ ഫാസ്റ്റും കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഈ ടേക്ക് ഓവർ ചെയ്ത റൂട്ടുകൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് ബസ് എന്നൊരു പുതിയ ബസ് വരുന്നുണ്ട്. അത് ഈ 4 സിലിണ്ടറുള്ള ലൈലൻഡിൻ്റെ വണ്ടിയാണ്. അത് 40 പേർക്ക് കയറാം. വലിയ വണ്ടി തന്നെയാണ്. നമ്മുടെ ഈ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു വണ്ടി വന്നല്ല, ആ ലെങ്ത്തിൽ തന്നെയുള്ള വണ്ടി. അത് എ സി ആണ്, ഇത് എ സി അല്ല. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ വരാൻ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ഞങ്ങൾ പ്രത്യേകം എടുക്കുന്നത് പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്നാണ്. അതിൻ്റെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചു. യാത്രക്കാർക്ക് ഈ സൂപ്പർ ഫാസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറിപ്പോയി. സൂപ്പർ ഫാസ്റ്റ് എന്ന കോൺസെപ്റ്റ് ഏറ്റവും കുറച്ച് സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ആളുകളെ വേഗം അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു യാത്രക്കാരെ. അതങ്ങ് മാറിയിട്ട് എല്ലാ സ്ഥലത്തും അങ്ങ് നിർത്താതെ ഇപ്പോൾ ഫാസ്റ്റ് പാസഞ്ചർ നിർത്തുന്ന പോലെ സൂപ്പർ ഫാസ്റ്റ് നിർത്തുന്നു. രണ്ട് റേറ്റ് എന്നുള്ള ഒഴിച്ചാൽ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ലെവലിലേക്ക് സൂപ്പർ ഫാസ്റ്റ് പോയി. അതുകൊണ്ട് സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയപ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വളരെ വേഗത്തിൽ പോകുന്ന, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം നിർത്തുന്ന, അതിലേക്ക് അത് മാറും. അപ്പോൾ നമുക്ക് ഈ ഓണം വരാൻ വേണ്ടി ഇനി അധികം സമയമില്ല, വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പം പുതിയ ബസ്സുകൾ ഇപ്പോൾ ഓടുന്ന ഗജരാജിനോടൊപ്പം ഈ സ്ലീപ്പറും ബസ്സും ഒക്കെ ഈ ചെന്നൈ അതുപോലെ മൈസൂർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകുമോ, അതോ സമയം മാറ്റിയായിരിക്കും ഇതൊക്കെ സഞ്ചരിക്കുന്നത്? അല്ല, ഇത് സ്പെഷ്യൽ ബസ്സായിട്ട് ഇപ്പോൾ ആദ്യം ഓടിക്കും. ഈ വണ്ടികളെല്ലാം വന്നിരിക്കുന്ന സൂപ്പർ ഫാസ്റ്റ്, ഈ എയർ കണ്ടീഷൻ ബസ്സുകൾ, വലിയ കാറ്റഗറിയുള്ള വണ്ടികൾ മുഴുവൻ ഫുള്ളായിട്ട് നമ്മൾ ബാംഗ്ലൂരിനാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ. ബാംഗ്ലൂരിൽ ഓടിച്ചതിന് ബാംഗ്ലൂർ അന്യ സംസ്ഥാനത്തിലേക്കുള്ള നമ്മുടെ ഈ ഓണം സ്പെഷ്യൽ അത് മുഴുവൻ ഓടിച്ചതിന് ശേഷം മാത്രമേ ഇത് തിരിച്ച്, അത് കഴിഞ്ഞ് ആ സീസൺ സെപ്റ്റംബർ 15 തീരും. അത് തീർന്നാലുടൻ തന്നെ ഇത് ഓരോ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കും. ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ സാർ. അപ്പോൾ ഈ മറ്റ് സാർ പറഞ്ഞ പോലെ സ്വകാര്യ ബസ്സുകൾ വലിയ റേറ്റൊക്കെ വാങ്ങിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഇറങ്ങുന്ന ഈ പ്രീമിയം ബസ്സുകളൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ? മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ചൂഷണം 4000 രൂപ 5000 രൂപയൊക്കെ വാങ്ങിക്കണം. അതില്ലാതെ ന്യായമായ നമ്മുടെ റേറ്റിൽ നമ്മൾ ഓടിക്കും. അല്ല, എന്തെങ്കിലും നമ്മൾ സാധാരണ എടുക്കുന്ന റേറ്റുണ്ട്. നമ്മുടെ ഓണത്തിനും ക്രിസ്മസിനും കൂടി സ്പെഷ്യൽ റേറ്റുണ്ട്. ആ റേറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റുകാരുടേക്കാൾ വളരെ താഴെ ആ റേറ്റ് തന്നെ ആയിരിക്കും. ഒരു വർധനവും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഈ 6 മാസം കൊണ്ട് 340 ബസ് വരാൻ പോകുന്നത്. പക്ഷേ നമുക്കറിയാം ഈ പല ബസ്സുകൾ ഇപ്പോഴും 15 വർഷം പഴക്കമായിട്ടുള്ള ബസ് നമുക്ക് ഓടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ വന്ന ഫ്ലീറ്റ് മാത്രം പോരാ നമുക്ക് ഈ ഫുൾ ഫ്ലഡ്ജിൽ ഓടിക്കുന്നതിന് വേണ്ടി. കാരണം 10,000 ഷെഡ്യൂളൊക്കെ വേണ്ടി വരും നമുക്ക്. പല വണ്ടികളും ഒരു 8,000 കിലോമീറ്റർ ആകുമ്പോൾ അങ്ങ് എക്സ്പ്രസ് ബസ് ഇതിനെല്ലാം നമ്മളിപ്പോൾ ഒരു പുതിയ സംവിധാനം പറയുന്നത് ഒരു 1.5 ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് ഇതിനെ മുഴുവൻ അങ്ങ് പുതിയതാക്കുക. ഇതിന് ബോഡിയെല്ലാം അങ്ങ് പൊളിച്ചിട്ട് ഇതിന് ദ്രവിച്ച ഭാഗങ്ങളെല്ലാം എടുത്തും കളയും. അതൊരു പുതിയ സംവിധാനമാണ്. കാരണം വെച്ചാൽ നമ്മൾ കെ.എസ്.ആർ.ടി.സി ഇതുവരെ പരീക്ഷിക്കാത്തൊരു സംവിധാനമാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് വണ്ടികൾ ഈ ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി ചെയ്തു നോക്കി. ഈ എക്സ്പ്രസ് വണ്ടിയൊക്കെ എടുത്തിട്ട് പൊളിച്ച് അതിനെ ഡീലക്സ് ആക്കി ഈ BT ബഡ്ജറ്റ് ടൂറിസം ഓടാൻ വേണ്ടി കൊടുക്കുക. അങ്ങനെ കൊടുത്തപ്പോൾ നമ്മളെ വണ്ടി ഫ്രഷ് ആവുകയാണ്. ഒരു 10 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും വണ്ടിയുടെ എഞ്ചിൻ എന്തായാലും റീപ്ലേസ് ചെയ്യും. അപ്പം വണ്ടിയുടെ എഞ്ചിൻ പുതിയതായിരിക്കും. മറ്റ് ബ്രേക്കും സിസ്റ്റം എല്ലാം നമ്മളൊന്ന് പണിഞ്ഞ് വൃത്തിയാക്കിയാൽ എങ്ങനെ പോയാലും ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് വോൾവോ ബസ് നമ്മൾ പണിത് ലോ ഫ്ലോർ ബസ്സുകളെല്ലാം റീഫർബിഷ് ചെയ്ത് കേട്ടിട്ട് അത് 6 ലക്ഷം രൂപയൊക്കെ ആയിട്ടുള്ളൂ ഒരു വണ്ടിക്ക്. സ്പെയർ പാർട്സിന് വലിയ വില കൂടുതലാണ് എന്നാലോചിക്കണം. അവൈലബിളും അല്ല. അത് ചെയ്തു. പക്ഷേ സാധാരണ ലൈലൻഡ് വണ്ടിയോ ടാറ്റ വണ്ടിയോ കയറ്റി പണിതാൽ നമുക്ക് ബോഡിയുടെ തകിടെല്ലാം മാറ്റിയിട്ട് പുതിയ പെയിൻ്റ് അടിച്ച് പുതിയ വണ്ടി പോലെ ഇറങ്ങും. അടുത്ത 8 വർഷം കൂടി 15 വർഷം എന്തായാലും പോകാമല്ലോ, ഗംഭീരമായിട്ടങ്ങ് പോകും. അല്ലാതെ 8 വർഷം കഴിഞ്ഞാൽ വണ്ടി തുരുമ്പെടുത്തുകൊണ്ട് ലോക്കൽ ബസ്സാക്കുക അതില്ല. ഇതിനെ കണ്ടീഷനാക്കി ഇതിൻ്റെ ഗിയർ ബോക്സും എഞ്ചിനും എല്ലാം നോക്കിയിട്ട് അത് മാറ്റണമെങ്കിൽ മാറ്റിക്കൊണ്ട് അതുകൊണ്ട് ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം റീകണ്ടീഷൻ ചെയ്യാം. അപ്പോൾ 10 ലക്ഷം കിലോമീറ്റർ കഴിയും. അത് കഴിയുമ്പോൾ എന്തായാലും പുതിയ എഞ്ചിൻ വാങ്ങണം കമ്പനിയിൽ നിന്ന്. ആ പുതിയ എഞ്ചിൻ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മളിതിനെ പുതിയ വണ്ടിയായിട്ട് വീണ്ടും ഓടിച്ചു പോകണം. അപ്പോൾ ഈ വണ്ടിയുടെ അപകടങ്ങൾ കുറയും, വണ്ടിയുടെ ഒരു എഫിഷ്യൻസി നന്നായിരിക്കും, ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും. പുതിയ എഞ്ചിനല്ലേ,
പിന്നെ പുതിയ ബോഡിയാണ്, ആ വണ്ടി ഒലയില്ല, ആ സീറ്റെല്ലാം മാറ്റും. അതായത് 2-2.5 കോടി വരെയുള്ളൊരു വോൾവോ എയർ കണ്ടീഷൻ ബസ് വേണമെങ്കിൽ നമുക്ക് വഴിയിൽ ഉപേക്ഷിക്കാം. അങ്ങനെ ഉപേക്ഷിക്കുന്നില്ല. ഈ ഓണത്തിന് യാത്രക്കാരുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും KSRTCയുടെ പുതിയ ബസ്സുകൾ. ബസിന്റെ വിശേഷങ്ങളും അതേപോലെ KSRTCയുടെ ഭാവി പരിപാടികളുമാണ് മന്ത്രി KB ഗണേഷ് കുമാർ മീഡിയ വണിനൊപ്പം പങ്കുവച്ചത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം RB സനൂപ്, മീഡിയ 1.